ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഫോർഡ് ഫിയസ്റ്റയാണ്. ഫിയസ്റ്റ ഗ്ലോബൽ എഡിഷനാണ്. വണ്ടി ഏകദേശം 1,37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2011 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് കഴിഞ്ഞാണ്. സർവീസ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. അപ്പോൾ നമ്മൾ കൊട്ടേഷൻ ചെയ്താണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സുകൾ കിട്ടാൻ ഭയങ്കര പാടാണ്. എപ്പോഴും ഓർഡർ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പാർട്സ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. ഇല്ലാത്ത പക്ഷം പാർട്സിന് ഭയങ്കര പ്രശ്നമാണിത്. അത് മാത്രമല്ല, സാധാ ഫിയസ്റ്റിനെ അപേക്ഷിച്ച് ഈ ഫിയസ്റ്റയ്ക്ക് പാർട്സിന് റേറ്റും ഭയങ്കര കൂടുതലാണ്. ഇതിനിപ്പോൾ ലോവർ ആം, റിയർ ഷോക്ക്, അതുപോലെ തന്നെ ബ്രേക്ക് ഷൂ, അതുപോലെ വൈപ്പർ ബ്ലേഡ്, ഇത്രയും സാധനമാണ് ഇതിനകത്ത് മാറാനുള്ളത്. പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ആമിന് ഏകദേശം 6,000 ചില രൂപ വരുന്നുണ്ട് ഒറിജിനലിന്. അതുപോലെ റിയർ ഷോക്ക് 2,024 രൂപ വരുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ഷൂവിന് അതുപോലെ നല്ല വിലയുണ്ട്. അപ്പോൾ എല്ലാത്തിനും പാർട്സിന് നല്ല വിലയാണ്. റെഡിയിൽ സ്റ്റോക്കും ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ സർവീസിനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓയിൽ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പറഞ്ഞയച്ചു വിട്ടിട്ട് പിന്നീട് നമ്മൾ സാധനം പാർട്സ് മാറ്റി എടുത്തിട്ടാണ് കൊടുക്കാറ്. അല്ലെങ്കിൽ ഒരാഴ്ചയോളം വണ്ടി സ്റ്റില്ലായിട്ട് വർക്ക്ഷോപ്പിൽ തന്നെ ഇടേണ്ടി വരും. അപ്പോൾ എമർജൻസി ആണെങ്കിൽ മാത്രമേ നിർത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സർവീസ് ചെയ്തതിന് ശേഷം കൊട്ടേഷൻ എടുത്തിട്ട് വണ്ടി പറഞ്ഞയച്ചിട്ട് പിന്നെ ചെയ്യാണ് പതിവ്. എന്ന് വെച്ചാൽ പാർട്സ് കിട്ടാനില്ലാത്തതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ലോവർ ആം മാറണം, റിയറിലെ ബ്രേക്ക് ഷൂ, അതുപോലെ റിയറിലെ ഷോക്ക് 2 മാറണം. പക്ഷെ ഒരെണ്ണേ സ്റ്റോക്കുള്ളൂ, ഒരെണ്ണേ കിട്ടാനുള്ളൂ. പിന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും 10-30 ദിവസം. അപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്തായാലും മാറാം. അപ്പോൾ ഇത്രയും കംപ്ലൈൻ്റ് ആണ്. ഫ്രണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട്, ബാക്കിലും സൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യമാണ് ഇപ്പോൾ നോക്കിയതിൽ ഹെവി ആയിട്ട് കണ്ടത്. ബാക്കി പാർട്സുകളിലൊന്നും വലിയ കുഴപ്പമില്ല. റിയറിലെ ഷോക്ക് 2 മാറണമായിരുന്നു, പക്ഷേങ്കിൽ ഒരെണ്ണേ കിട്ടാനുള്ളൂ. അപ്പോൾ അത് നമുക്ക് മാറ്റിവിടാം. അതുപോലെ തന്നെ ഇതിൻ്റെ വൈപ്പർ ബ്ലേഡ് എന്ന് പറയുന്നത് ഹെവി റേറ്റ് ആണ്. ഒരു ബ്ലേഡിന് 905 രൂപ, ഒരു ബ്ലേഡിന് 700 ചില്ലാൻ രൂപയോളം വരുന്നുണ്ട്. വൈപ്പർ ബ്ലേഡ് കിട്ടാനേ ഇല്ല, എവിടെയും കിട്ടാനില്ല. കമ്പനി ഓർഡർ തന്നെയാണ് എടുക്കേണ്ടത്. ഒറിജിനൽ മാത്രമേ, വേറെ ഒരു മേക്കും ഈ ഒരു ബ്ലേഡ് ഇറക്കണമില്ല, കിട്ടാനും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതും ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മറ്റേ ഫോർഡിൻ്റെ ഒറിജിനൽ സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെ പോയി എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. നമുക്കതെല്ലാം സെറ്റ് ചെയ്യുകയും ചെയ്യാം. ലോവർ ആം എടുത്തിരിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡാണ് എടുത്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും റേറ്റ് കൊടുത്തെടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് അത് യൂസ്ഡാണ് എടുത്തിരിക്കുന്നത്. അതും നല്ല സാധനമാണ്, ഒരു കുഴപ്പമില്ലാത്തത് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഈ സൈഡ് ഷോക്കാണ് നമുക്ക് പോയിട്ടുള്ളത്. ഇത് ഹെവി ആയിട്ട് നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ബൂട്ട് പൊട്ടിയിട്ട്. അപ്പോൾ ആ ഷോക്ക് വന്നിട്ടുണ്ട്. ഷോക്ക് വന്നിട്ട് ഒറിജിനൽ തന്നെയാണ്. 2,024 രൂപ വരുന്നുണ്ട് റിയർ ഷോക്കിന്. ഷോക്കൊക്കെ ശരിക്കും വില കുറവാണ് കേട്ടോ. അപ്പോൾ ഷോക്കൊന്നും കാര്യമില്ല. പക്ഷെ ലോവർ ആം കാര്യങ്ങളൊക്കെയാണ് ഹെവി റേറ്റ് വരുന്നത്. ഇത് ബ്രേക്ക് ഷൂ, അതും ഒറിജിനൽ തന്നെയാണ്, ഫോർഡിൻ്റെ OE തന്നെയാണ്. MRP ഇല്ല ഇതിനകത്ത്. ഇത് കസ്റ്റമർ എടുത്തിട്ട് വന്നതാണ്, നമ്മൾ അറേഞ്ച് ചെയ്തല്ല, കസ്റ്റമർ എടുത്തിട്ട് വന്നതാണ്. പിന്നെ അതുപോലെ വൈപ്പർ ബ്ലേഡ്, ഇതാണ് ഞാൻ പറഞ്ഞത്, 904 രൂപ വരുന്നുണ്ട് ഒരു സൈഡിലേക്ക്, ഉണ്ടല്ലേ. പിന്നെ ഇതിന് 2 ബ്ലേഡ് വരുന്നുണ്ട്, ചെറുതും വലുതും. ബാക്കി വേറൊരു സൈഡിലേക്കുള്ളത് 730 രൂപ റേഞ്ച്, അതിനകത്തും വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഹെവി ആയിട്ട് വരുന്നത് പിന്നെ ലോവർ ആമാണ്, 6,000 രൂപ. അപ്പോൾ അതുകൊണ്ട് അത് യൂസറാണ് എടുത്തിരിക്കുന്നത്, ഉണ്ടല്ലേ. യൂസർ ലോവർ ആമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇത്രയും സാധനം ഇതിനകത്ത് മാറ്റാനുണ്ട്, എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ സൈഡിലെ ബ്രേക്ക് ഷൂ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇത് പഴയ ബ്രേക്ക് ഷൂ കണ്ടില്ലേ, ചെറിയൊരു തിക്നെസ് മാത്രമേ അതിനകത്തുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞു പോയത്. ഇനിയും ഒരു 10-200 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രമ്മിൽ ഒരയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിയറിലെ ഷോക്ക് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സെറ്റ് ചെയ്യണം. ഇതാണിപ്പോൾ നമ്മൾ മാറ്റിയ ലോവറാണ്. ഇത് ഹെവി ആയിട്ട് ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹെവി ആയിട്ട് നല്ല സൗണ്ടാണിത്. വീല് നമ്മൾ അപ്പുറം ചുമ്മാ ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ ഹെവി ആയിട്ട് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് അതിൽ ഫിറ്റ് ചെയ്തു. ഇതാണിപ്പോൾ പോയത്. ബുഷുകളൊന്നും വലിയ കുഴപ്പമില്ല, ക്രാക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലോവർ ആം ബോൾ ജോയിൻറ്റ് ഹെവി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ ഫിയസ്റ്റയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്ത് റിയർ ഷോക്ക് മാറി, ഫ്രണ്ടിലെ ലോവർ ആം മാറി, റിയറിലെ ബ്രേക്ക് ഷൂ മാറി, പിന്നെ അതുപോലെ തന്നെ വൈപ്പർ ബ്ലേഡും മാറിയിട്ടുണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ ഇതിൽ ഇനിയൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കസ്റ്റമർ ഇൻഫോം ചെയ്തിട്ടില്ല, കസ്റ്റമർ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ എഞ്ചിനൊരു വൈബ്രേഷൻ ഉണ്ട്. എഞ്ചിൻ വൈബ്രേഷൻ പറഞ്ഞാൽ ബോഡി വൈബ്രേഷൻ.
നമ്മൾ എഞ്ചിൻ്റെ ആ ഒരു വൈബ്രേഷൻ ഒരു മൂളിച്ച നമുക്ക് ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് പോയിട്ടാണ് ആ കംപ്ലൈൻറ്റ് വരുന്നത്. മെയിനായിട്ടും ഫ്രണ്ട് റൈറ്റ് സൈഡിലെ ബെഡ് പോകുമ്പോഴാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത്. ഹൈഡ്രോളിക് ബെഡ് പോകുമ്പോഴാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത്. ആ ഒരു കംപ്ലൈൻറ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഉള്ളിലിരിക്കുമ്പോൾ ആ ഒരു വണ്ടിയുടെ ഒരു ഫീല് കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് മൂളിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഷോക്കും ചെറിയൊരു വീക്ക് ഉണ്ട്. അതൊരു കിടുകിട് എന്നുള്ളൊരു സൗണ്ട് വരുന്നുണ്ട്. ഹെവി ആയിട്ടല്ല, എന്നാലും റഫ് റോട്ടിൽ പോകുമ്പോൾ മൈന്യൂട്ടായിട്ട് ആ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻഫോം ചെയ്യണം. എന്തെന്ന് വെച്ചാൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോവർ ആം കംപ്ലീറ്റ് പോയത് കൊണ്ട് നമുക്ക് അങ്ങനെ അത്ര കറക്റ്റായിട്ട് അറിയുന്നില്ല. ഇതിപ്പോൾ ഷോക്കിൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നില്ല. എന്ന് വെച്ചാൽ വിഷ്വൽ നമുക്ക് നോക്കുമ്പോൾ അതിൽ വേറെ ലീക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഷെയ്ക്കൊന്നുമില്ല, ബോൾ ജോയിൻറ്റ് ഷെയ്ക്കോ അങ്ങനെയുള്ള ഷെയ്ക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് അത് അത്രയ്ക്കും കെയർ ചെയ്യാതിരുന്നത്. നമ്മൾ ഈ കാര്യം മാത്രം ചെയ്തത്. പക്ഷേങ്കിൽ അത് ഷോക്കിന് ചെറിയൊരു വീക്ക് ഉണ്ട്, ചെറിയൊരു അടി വരുന്നുണ്ട് കിടുകിടുകിടുന്ന്. അപ്പോൾ ഈ രണ്ട് കംപ്ലൈൻറ്റ് ബെൻഡിങ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോക്ക് മാറി റിയറിലെ, അത് കംപ്ലീറ്റ് ആയിട്ട് പോയതായിരുന്നു, ലീക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിൽ ഒരു ഷോക്കും കൂടെ ഉണ്ട്, അതുപോലെ ഫ്രണ്ടിൽ 2 ഷോക്കും. ഇത്രയും സാധനം അതിനകത്ത് മാറണം. അതുപോലെ എഞ്ചിൻ ബെഡ് മാറണം. എന്നാൽ മാത്രമേ വണ്ടി ഒരു കറക്റ്റ് പെർഫെക്റ്റ്ലി ഓക്കെ ആവുള്ളൂ. ഇപ്പോൾ ആ ഹെവി ആയിട്ടുള്ള ഒരു സൗണ്ട് പോയിന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ആ ചെറിയൊരു ഇടിയും സൗണ്ടും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സ് കിട്ടാൻ ഇത്തിരി പാടാണ്. അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ പണി കഴിഞ്ഞിട്ട് ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ ക്ലിയർ ആക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ പാർട്സ് കിട്ടില്ല. ഇനിയിപ്പോൾ പാർട്സ് കിട്ടണമെങ്കിൽ ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് സാധനം വരുള്ളൂ. ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ് ഈ ഫിയസ്റ്റ ഈ ന്യൂ മോഡലിന്, ഈ ഒരു മോഡലിന് വരുന്നത് പാർട്സുകൾ എല്ലാം വ്യത്യാസമാണ്. ഒരു നെട്ടും ബോൾട്ട് അടക്കം വ്യത്യാസമാണ് ഇതിൻ്റെ. അത് മാത്രമല്ല സാധനം കിട്ടാനും ഭയങ്കര റെയറാണ്. എവിടെ നിന്നും കിട്ടാൻ അത്ര വലിയ പെട്ടെന്ന് കിട്ടില്ല. മനസ്സിലായില്ല. പിന്നെ നമ്മൾ കോയമ്പത്തൂരില്ലാന്നുണ്ടെങ്കിൽ കമ്പനിയിൽ ഓർഡർ ചെയ്ത് വരുത്ത തന്നെ വേണം. അങ്ങനെ മാത്രമേ ഈ സാധനങ്ങൾ കിട്ടുള്ളൂ ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഇത്ര സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലിയർ ഇപ്പോൾ കസ്റ്റമറിനെ ഇൻഫോം ചെയ്താലും കസ്റ്റമർ അത് ക്ലിയർ ചെയ്തിട്ട് തായെന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി ഇവിടെ സ്റ്റില്ലായിട്ട് ഒരാഴ്ച കിട്ടേണ്ടി വരും. എന്നാൽ മാത്രമേ സാധനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ചെയ്യുന്നില്ല. കംപ്ലൈൻറ്റ് ഉണ്ട്, ഈ 2-3 കംപ്ലൈൻറ്റും കൂടെ ഉണ്ട് വണ്ടിക്ക്. അത് കസ്റ്റമറുടെ അടുത്ത് ഇൻഫോം ചെയ്തിട്ട് നമുക്ക് സാധനം ഓർഡർ ചെയ്തതിന് ശേഷം അത് മാറ്റി കൊടുക്കാം. അതേപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ചെയ്ത ഭാഗത്തിലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഓക്കെയാണ്. ഹാൻഡ് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. ഹാൻഡ് ബ്രേക്ക് എപ്പോഴും നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് അല്ല, ബ്രേക്ക് നമ്മൾ ബ്രേക്ക് ഷൂ മാറിയതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് കറക്റ്റാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കറക്റ്റാണ്. ഏകദേശം ഒരു 6 to 8 ടീത്ത് വരെ ഇത് പൊങ്ങണം. എന്നാൽ മാത്രമേ അത് കറക്റ്റ് വർക്കിംഗ് ആവുള്ളൂ. അല്ലാത്ത പക്ഷം ബാക്കിലെ ബ്രേക്ക് ജാമാകാൻ സാധ്യതയുണ്ട്. ഫ്രീ ആയിട്ട് കറങ്ങണം. ഇത് കറക്റ്റായിട്ട് 7 ടീത്ത് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്തായാലും കസ്റ്റമർ നമുക്ക് ഇൻഫോം ചെയ്തിട്ട് വണ്ടി എന്തായാലും ഡെലിവറി ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.